ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക വെച്ചിട്ട് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തയ്യാറാക്കാം. ഒരുപക്ഷെ നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലായിരിക്കാം. ഞാനും ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് കാണാം. അതിനായി ഞാനിവിടെ 4 കപ്പ് പച്ചച്ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 കപ്പ് സോയ ചങ്ക്സ് 10 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്താൽ മതിയാകും. ഒരു കുക്കർ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. വലിയ ജീരകത്തിൻ്റെ പൊടി ഒട്ടും തന്നെ മുന്നിൽ നിൽക്കാനായി പാടില്ല. അല്പം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് സോയ ചങ്ക്സ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് കുരുമുളക് കുറച്ച് കൂടുതലായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമുളകും കുരുമുളകും ചേർക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. എരിവ് കുറച്ച് മതിയെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ച ചക്കയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത് അടച്ച് വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ചക്ക വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങയും അല്പം കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. സ്റ്റീം എല്ലാം പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ആവി കയറാനായിട്ട് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അവസാനമായി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സും ചക്കയും ഉടച്ചെടുത്തത് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചക്ക കഴിക്കാത്ത എൻ്റെ മോന് ഇത് ഒരുപാട് ഇഷ്ടമായി. ഇനി ചക്ക വേവിക്കുമ്പോൾ ഇതേ രീതിയിൽ വെക്കണമെന്നാണ് എൻ്റെ മോൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ? എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.